മോനെ ചേട്ടാ, നമ്മളെ മോനെന്താ ഇങ്ങനൊന്നും മിണ്ടാതൊക്കെ പോകുന്നു? സാരല്ലടി, എല്ലാം ശരിയായിക്കോളും. അവന്റെ മനസ്സിലുണ്ടല്ലോ മറക്കാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങള്. എന്നാലും എന്തൊക്കെയുണ്ട്? അല്ലേ? പിന്നെ ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ? ഇല്ല, ഒന്നായിട്ടും പോയിട്ടില്ല. ഒന്നും സുഖമില്ല. എന്തോ ഒരു ടെൻഷൻ മാറി, ഒരു ഉഷാറോറുണ്ടല്ലോ, എന്ത് പറ്റി? ഒന്നുമില്ല രാജ. എന്റെ ഫാമിലി പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? എന്ത് ചാരോ രാജുള്ള സ്റ്റാർട്ടോ? അല്ല, ചായ ഒന്നും വേണ്ട, ഞാനിപ്പോ വീട്ടിൽ ജസ്റ്റ് കുടിച്ചിട്ട് വന്നിട്ടുള്ളൂ. ഒന്നും വേണ്ട കേട്ടോ, ഞാൻ ഇറങ്ങട്ടെ. വിഷമിക്കൊന്നും വേണ്ട, ഒക്കെ ശരിയാവും കേട്ടോ. വളർത്തിയത് അവരെങ്ങനെ വിഷമിക്കാൻ പാടില്ല. ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യം, ഇങ്ങനെ വിഷമിച്ചിരുന്നോണ്ട് എന്ത് കാര്യമാണ്? ശരിയായിക്കോളൂ ആ. ആ ഏട്ടാ, നീ വന്നോ? എന്താ വിളിപ്പിച്ചേ? ഒന്നുമില്ല രാജ. മൊത്തം എന്താ പറയാ, മൊത്തം പ്രശ്നമാണ്. ഇവളും ഞാനും കൂടെ നമ്മുടെ വിധുവിന്റെ പേരിലെല്ലാം മൊത്തം പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയാൻ എന്നോട്. കുടുംബ കലഹം എന്നല്ലാതെ അവന് ഏത് സമയത്ത് ആ പെണ്ണിന്റെ ഒരു കാര്യം ആലോചിച്ച് ആ റൂമിൽ തന്നെ കയറിയിരിക്കുക. ഇതുകൊണ്ട് നമ്മളെ വീട്ടിലാകെ ഒരു ദുഃഖത്തിന്റെ കരുതലിലാണ് ഇപ്പൊ വീട്ടിയിട്ടുള്ളത്. ഇതിനെന്താണ് ഒരു പോം വഴി എന്നുള്ളത് ഞാനും ഇവിടെ ആലോചിച്ചിട്ട് ഒരു രൂപം കിട്ടുന്നില്ല. പരിഹാരം കാണണ്ടേ നമുക്ക്? എന്താ നമ്മൾ ചെയ്യുക? അവനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് സംസാരിക്കണ്ടേ? വിളിച്ചാൽ മോനെ വിധു, എടാ മോനെ, വാതിൽ തുറക്ക് മോനെ. വിധു ഏട്ടാ, അവനൊന്ന് വിളിക്കോ? വാതിൽ തുറക്കുന്നില്ല അവന്. ഏട്ടൊന്ന് വിളിച്ചാണ്. എന്തായിരുന്നു എനിക്ക് തരാം അട്ടുപണി? ഏത് നേരം ഇതിന്റെ അകത്ത് അവിടെ കൂടിയിരുന്നോ? വേറെ ഒന്നും ചിന്തല്ലല്ലോ. ഞങ്ങൾ ചെയ്ത തെറ്റ് എന്താണ് ഇത് ഇവരെ അച്ഛനെ കൊണ്ട് പറഞ്ഞനുസരിക്കാത്തത്? ഏത് നേരം മുറിവിന്റെ അകത്തിന്റെ ഇവരെ കൂടിയിരിക്കാനാണ്? കുറച്ച് കാവൽ പറഞ്ഞ അനുസരിക്കണ്ടേ? ഞങ്ങൾക്ക് നിന്നെ വേണം മോനെ. ഞങ്ങളെ പഴയ വിധുവായിട്ട് തിരിച്ചു വേണം മോനെ. അവൾ മരിച്ചു, അത് ഇനിയെങ്കിലും നീ മനസ്സിലാക്ക്. നീ വെറുതെ ഞങ്ങളൊന്നും വിഷമിപ്പിക്കല്ലേ. അമ്മേ, അച്ഛാ, ഞാൻ ഓർത്തേ ഞാനൊന്നും പുറത്തു പോയിട്ട് പുറത്തൊന്നും പോയിട്ട് കേട്ടോ. പെട്ടെന്ന് വരാം കേട്ടോ. ഹലോ ഹലോ, എവിടെയാ? റോട്ടിലാണ്, എന്തുകൊണ്ടിരിക്കടാ? പരിപാടി എപ്പോഴാ വീട്ടിലേക്ക് എത്താ? ഞാനൊരു അര മണിക്കൂറുണ്ട്. കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറയണോ?
സസ്പെൻസ് ആണ്. പറ. സസ്പെൻസ് എങ്ങനെ ഇപ്പൊ പറയാ, പിന്നെ എപ്പോഴത്തേക്കും പറയാം.